S23 അൾട്രയിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം അത് AI ജനറേറ്റ് ചെയ്ത ഫോട്ടോയാണ്, അത് AIയുടെ ഗുണമാണ് എന്ന് പറഞ്ഞ് കേട്ട് തളർന്നത് കൊണ്ടായിരിക്കും അവർ അടുത്ത ഫോൺ S24 അൾട്ര ഇറങ്ങിയപ്പം S24 ദ AI എന്ന് പറഞ്ഞിട്ട് ഇറക്കിയത്. എന്തായാലും AIയുടെ ഒരു അതിപ്രസരമാണ് ഗൈസ് അതിനകത്തുള്ളത്. ഇന്നലത്തെ ഇവൻറ്റ് കണ്ടവരാണെങ്കിൽ മനസ്സിലാവും. S23 അൾട്രയുടെ ഇവൻറ്റ് പോലെ തന്നെ ഇത്തിരി ശോകം പിടിച്ച ഇവൻ്റ് ആയിരുന്നു, ഉറക്കം വരുന്ന ഇവൻറ്റ് തന്നെയായിരുന്നു. ബട്ട് ഒരുവിധം നമുക്ക് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണത് കൊണ്ട് നമ്മളങ്ങനെ ഉറങ്ങാതിരുന്ന് കണ്ടെന്നുള്ള. ഞാൻ ഇന്നലെ ഒരു ലൈവ് പോയിരുന്നു, 2 മണിക്കൂറോളം ഞാൻ ലൈവിലുണ്ടായിരുന്നു ഇന്നലെ. ഇറ്റ് വാസ് നൈസ്, അടിപൊളിയായിരുന്നു. അപ്പം നമുക്കതിൽ നിന്നും എന്തൊക്കെ ഒരു S23 അൾട്രയിൽ നിന്നും S24 അൾട്രയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഡിസൈനിലാണ് അടിപൊളി വ്യത്യാസം. ഒരു സൈഡിലെ താഴത്തെ നമ്മളെ സ്പീക്കർ ഗ്രില്ലുണ്ടല്ലോ, ആ ഗ്രില്ലിലൊരു വ്യത്യാസം. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഫ്ലാറ്റ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ S23 അൾട്രയെക്കാട്ടിലും ചിഹ്നം നല്ല കുറവുണ്ട് കേട്ടോ. അതെനിക്ക് നല്ലപോലെ